ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 15ലെയും 16ലെയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 സമവാക്യവും 2 അക്ഷരവും ഉള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. ഇവിടെയും 2 സമവാക്യം 2 അക്ഷരം തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസം സോൾവ് ചെയ്യുമ്പോൾ അത് ആ ഇക്വേഷൻ സമവാക്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? അതായത് 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപ. 3 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ. 1 കിലോഗ്രാം മധുര നാരങ്ങയുടെ വില എത്രയാണ് ആപ്പിളിൻ്റെയോ? അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഓറഞ്ചിന് എക്സ് എന്നും 1 കിലോഗ്രാം ഓഫ് ആപ്പിളിന് വൈ എന്നും എടുക്കാം. മധുര നാരങ്ങയുടെ 1 കിലോഗ്രാമിൻ്റെ വില എക്സ് എന്നും ആപ്പിളിന് 1 കിലോഗ്രാമിൻ്റെ വില വൈ എന്നും എടുക്കാം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് 2 കിലോഗ്രാം ഓറഞ്ചും 3 കിലോഗ്രാം ആപ്പിളുമാണ്. 1 കിലോഗ്രാമിന് എക്സ് ആണെങ്കിൽ 2 കിലോഗ്രാമിന് 2x. 1 കിലോഗ്രാം ആപ്പിളിന് വൈ ആണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിന് 3y. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 520 രൂപയാണ് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് 3 കിലോഗ്രാം മധുര നാരങ്ങ ഓറഞ്ചിന് എക്സ്. അപ്പം 3 കിലോഗ്രാം ഓറഞ്ച് എന്ന് പറയുമ്പം 3x പ്ലസ് 2 കിലോഗ്രാം ആപ്പിളിന് വൈ ആണല്ലോ. അപ്പോൾ 2 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 2y ഈക്വൽ ടു 480 rupees. 2 സമവാക്യങ്ങൾ കിട്ടി. ഈ 2 സമവാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് തന്നെ മാർക്കുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിന് മറ്റേ സമവാക്യത്തിലെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അത് നടക്കത്തില്ല. നോക്കിക്കുക, 2ഉം 3ഉം വന്നിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം നമുക്ക് 6 ആക്കാനേ പറ്റത്തുള്ളൂ. 2നെ 3 കൊണ്ടും ഗുണിക്കണം, 3നെ 2 കൊണ്ടും ഗുണിക്കണം, അല്ലേ? അതായത് ആദ്യത്തെ സമവാക്യത്തിന് ഇപ്പം നമ്മൾ എക്സ് ആണ് ഒരേപോലെ ആക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ഏത് വേണമെങ്കിലും ഒരേപോലെ ആക്കാം. ഇവിടെ സെയിം നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയേ കിടക്കുന്നത്, അല്ലേ? അപ്പോൾ 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടും. ഈ 3നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിന് 3 കൊണ്ട് ഗുണിക്കുക, രണ്ടാമത്തെ സമവാക്യത്തിന് 2 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ നമുക്ക് അത് ആ എക്സ് ടേമിനെ ക്യാൻസലാക്കാൻ പറ്റും. ഇനി വൈയെ ആണ് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യത്തിലെ വൈയുടെ കൂടെയുള്ള നമ്പറിന് 2 കൊണ്ട് ഗുണിക്കുക, രണ്ടാമത്തെ സമവാക്യത്തിന് ആദ്യത്തെ സമവാക്യത്തിലുള്ള 3 കൊണ്ടും ഗുണിക്കുക. ഏത് ചെയ്താലും കറക്റ്റ് ആൻസർ കിട്ടും. ഇനി 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പം 6x, എക്സ് എല്ലാം താഴെ താഴെ എഴുതുക, പ്ലസ് 3 × 3 9y ഈക്വൽ ടു 520 × 3 1560 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തേനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 × 2 6x പ്ലസ് 2 × 2 4y ഈക്വൽ ടു 480 × 2 960. ഇനി ഇത് നോക്കിക്കേ, 6x 6x. അപ്പോൾ എക്സ് ക്യാൻസൽ ആയിപ്പോവും. രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് നമുക്ക് സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഓർത്തോണം, ഇവിടെ രണ്ടാമത്തത് ഒന്ന് ചെക്ക് ചെയ്യുക പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാനാണ് അറിയാവുന്നത്. അപ്പോൾ 9ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിനെ സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ 6 - 6 ക്യാൻസൽ ആയിപ്പോയി. 9 - 4 5y 5y ഈക്വൽ ടു 1560ൽ നിന്ന് 960 സബ്ട്രാക്റ്റ് ചെയ്യുക. 600 കിട്ടിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് y കണ്ടുപിടിക്കാമല്ലോ. y ഈക്വൽ ടു 600 / 5.
ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഗുണിച്ചിരിക്കുന്ന 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഹരണമാവും. 6-നകത്ത് എത്ര 5 ഉണ്ട്? ഒരു പ്രാവശ്യം 5 ഉണ്ട്, മിച്ചം 1 ഉണ്ട്. അടുത്ത നമ്പർ 10, 10-നകത്ത് 5 2 പ്രാവശ്യം, പിന്നെ മിച്ചം ഒന്നുമില്ല, പിന്നെ 0 ഉണ്ട്, 0 അതേപോലെ എഴുതുക. അപ്പോൾ y = 120 കിട്ടി. y എന്താണ്? ആപ്പിളിൻ്റെ വിലയാണ് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ആപ്പിൾ ആണ് എത്ര? 120 രൂപ. ഇനി നമുക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും ഈ വൈയുടെ വില ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. അപ്പോൾ 2x + 3y, 3 × y എത്രയാണ്? 120 = 520 ആണല്ലോ. അപ്പോൾ 2x + 3 × 120, 3 × 12 36, 360 = 520. അപ്പോൾ 2x ആണല്ലോ നമുക്ക് വേണ്ടത്. 2x = 520 റൈറ്റ് സൈഡിൽ അതേപോലെ എഴുതുക. പ്ലസ് 360 അപ്പുറത്ത് പോകുമ്പോൾ -360 ആയി. അപ്പോൾ 2x = ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതണം, എന്നാലേ തെറ്റിക്കാതിരിക്കത്തുള്ളൂ. 2x = 160 എന്ന് കിട്ടി. അപ്പോൾ x = 160-നെ ഈ ഗുണിച്ചിരിക്കുന്ന 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ x = എത്രയെന്ന് കിട്ടി? 80 എന്ന് കിട്ടിയല്ലോ. x ആരുടെ വിലയാണ്? ഓറഞ്ചിൻ്റെ വിലയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, എഴുതി പഠിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the lengths of the pieces? അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത്? ഇതേപോലൊരു ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ മുറിച്ച് ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണം, ഒരു സ്ക്വയറും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് എന്നും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിനെ വൈ എന്നും എടുക്കാം. കാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡുകളുടെ നീളങ്ങൾ സെയിം ആണ്. ഈ സമഭുജ ത്രികോണത്തിൻ്റെയും ഈ ചതുരത്തിൻ്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിട്ടാണ് അവിടെ എടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശത്തിന് എക്സ് എന്നും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിന് വൈ എന്നും എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുന്നില്ലെങ്കിൽ, സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ലെങ്കിൽ ഇങ്ങനെ പടം വരച്ച് മാർക്ക് ചെയ്തെങ്കിലും വെക്കണം. ഇനി ഈ 1 മീറ്റർ നീളമുള്ള ഈ കമ്പിയെ രണ്ടായിട്ട് മുറിച്ചിട്ട് ആദ്യത്തതിനെ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്? സ്ക്വയർ ഉണ്ടാക്കിയത് അല്ലേ, സമചതുരം ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ്. ക്ലിയർ ആയോ? നമ്മൾ 2 പീസ് ആക്കുന്നുണ്ട്, 2 കഷ്ണം ആക്കുന്നുണ്ട്. ആദ്യത്തെ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് സമചതുരം ഉണ്ടാക്കിയത്. അപ്പോൾ സമചതുരം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവാണ് ആദ്യത്തെ പീസിൻ്റെ നീളം. അതേപോലെ രണ്ടാമത്തെ പീസിൻ്റെ നീളം എന്ന് പറയുന്നത് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ്. സെക്കൻഡ് പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ്. ആദ്യത്തെ പീസ് സമചതുരത്തിൻ്റെ ചുറ്റളവും രണ്ടാമത്തെ പീസ് ത്രികോണത്തിൻ്റെ ചുറ്റളവും. സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 1 മീറ്റർ ആണല്ലോ. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 4x ആണ്. അതേപോലെ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3y ആണ്. 3 വശമായതുകൊണ്ട് 3y. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത സെൻറ്റൻസിൽ കിടക്കുന്ന എന്താണ്?
3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നേരെ അതിനെ 100 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എഴുതാം. അപ്പോൾ 100 എന്ന് എഴുതാമല്ലോ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് 3 times the side of the square. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 ഇരട്ടി. അപ്പം 3x-ഉം 2 times the side of the equilateral triangle. സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 ഇരട്ടി. അപ്പോൾ 2y ഈക്വൽ ടു 71 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കാം, ഒരിടത്ത് 4 ഒരിടത്ത് 3 എക്സിൻ്റെ കേസിൽ, വൈയുടെ കേസിൽ 3ഉം 2ഉം പല പല നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ചെറിയ നമ്പർ നോക്കിയെടുക്കാം, 3ഉം 2ഉം എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ കൂടെ കിടക്കുന്ന 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ഗുണം 2 6 വന്നു. രണ്ടാമത്തെ ഇക്വേഷന്, രണ്ടാമത്തെ സമവാക്യത്തിന് ആദ്യത്തേൽ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 വന്നു. അപ്പോൾ 2 അടുത്ത് 6 വരുമ്പോൾ വൈ ടേം ക്യാൻസലായി പൊക്കോളുമല്ലോ. അപ്പോൾ ആദ്യത്തെ സമവാക്യത്തിന് 2 കൊണ്ടും ഗുണിക്കുന്നു, രണ്ടാമത്തേന് 3 കൊണ്ടും ഗുണിക്കുന്നു. അപ്പോൾ 4 × 2 8x പ്ലസ് 3 × 2 6y ഈക്വൽ ടു 100 × 2 200. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 × 3 9x പ്ലസ് 2 × 3 6y ഈക്വൽ ടു 71 × 3 230. ഇനി നമുക്ക് ഇത് രണ്ടിനും ഒരേ ചിഹ്നമായതുകൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ 8 ൽ നിന്ന് 9 പോകണം അല്ലേ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതല്ലേ എളുപ്പം. അപ്പം നമുക്ക് കറക്റ്റാക്കി എഴുതാം. അതായത് രണ്ടാമത്തേനെ ആദ്യം, ആദ്യത്തേനെ രണ്ടാമത് എഴുതാം. അപ്പം 9x പ്ലസ് 6y ഈക്വൽ ടു 230 എന്ന് എഴുതി. 8x പ്ലസ് 6y ഈക്വൽ ടു 200 എന്നും എഴുതി. ഇനി നമുക്ക് കുറച്ചാൽ പോരെ, കുറയ്ക്കുന്ന ഇവിടെ എഴുതാവേ. 9 ഇപ്പോൾ 6 - 6 വൈ ടേം ക്യാൻസലായി പോയി. 9 - 8 എന്ന് പറയുന്നത് 1x ആണ്. അതിന് എക്സ് എന്ന് എഴുതിയാൽ മതി. എക്സ് ഈക്വൽ ടു 213 200 പോകുമ്പോൾ 13 സെൻറ്റിമീറ്ററിലല്ലേ കിട്ടിയത്. എക്സ് എന്താണ്? സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം, സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് എക്സ്. ഇപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ആണ് 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയത്. ഇനി നമുക്ക് വൈ കാണണമല്ലോ. വൈ കാണാനായിട്ട് ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ചെറുത് നമുക്ക് എടുക്കാം. അപ്പോൾ 3x 3 × x 13 അല്ലേ, പ്ലസ് 2y ഈക്വൽ ടു 71. രണ്ടാമത്തെ ഇക്വേഷനാണ് എടുത്തത്. 3 × 13 എന്ന് പറയുന്നത് 39 പ്ലസ് 2y ഈക്വൽ ടു 71. അപ്പോൾ 2y ഈക്വൽ ടു വലതുവശത്ത് 71 എഴുതി, ഇടതുവശത്ത് പ്ലസ് 39. ഇവിടെയാണ് സൈൻ ഇല്ല, പക്ഷേ അതിൻ്റെ അർത്ഥം പ്ലസ് ആണ്. ആ പ്ലസ് 39 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 39 ആയി. അപ്പോൾ 2y എത്ര കിട്ടി? 32 എന്ന് വന്നല്ലോ. അപ്പോൾ y ഈക്വൽ ടു 32നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര വന്നു? 16 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സും വൈയും കിട്ടി. പക്ഷേ എക്സും വൈയും കാണാനല്ല നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് എത്ര നീളത്തിലാണ് പീസായിട്ട് മുറിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തരുത്. ഒന്നാമത്തെ പീസ് എന്ന് പറയുന്നത് എന്താണ്? സമചതുരത്തിൻ്റെ ചുറ്റളവ്, സ്ക്വയറിൻ്റെ പെരിമീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണണ്ടേ? സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് 13 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്ര വരും? 13 × 4. അപ്പോൾ ഈ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 13 × 4 എന്ന് വരും അല്ലേ. 13 4 എത്ര? 52 സെൻറ്റിമീറ്റർ. ഇനി ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ കണ്ടാലും മറ്റേതിൻ്റെ കാണാൻ എളുപ്പമല്ലേ. ആകെ 100 സെൻറ്റിമീറ്റർ അല്ലേ. 100ൽ നിന്ന് 52 പോയാൽ എത്ര വരും? 48. അപ്പോൾ ആദ്യത്തെ പീസിൻ്റെ നീളം, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ ആദ്യത്തെ പീസിൻ്റെ നീളം എത്രയാണ്? 52 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ പീസിൻ്റെ നീളം 48 സെൻറ്റിമീറ്ററും. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 4 years ago Rahim's age was 3 times the age of Ramu. After 2 years this would become 2 times. What are their ages now? അതായത് 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ അത്
2 മടങ്ങാകും അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രായമാണ് കാണേണ്ടത്. 4 വർഷം മുമ്പുള്ളതും തന്നിട്ടുണ്ട്, 2 വർഷത്തിന് ശേഷമുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏജ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടേബിൾ ഉണ്ടാക്കി ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കുക. അതായത് നമുക്കിപ്പോഴത്തെ ഏജാണ് കാണേണ്ടത്, പ്രസൻറ്റ് ഏജ്. 4 വർഷം മുമ്പത്തത് 4 ഇയേഴ്സ് എഗോയിൽ തന്നിട്ടുണ്ട്, 2 വർഷത്തിന് ശേഷമുള്ള 2 ഇയേഴ്സ് ആഫ്റ്ററും തന്നിട്ടുണ്ട്. 2 പേരാണുള്ളത്, റഹീമും രാമുവും. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ പ്രസൻറ്റ് ഏജ് ആയിട്ട് നമുക്ക് എക്സിനെ എടുക്കാം. ആരുടെ? റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിന് എക്സ് എന്നും രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിന് വൈ എന്നും എടുക്കാം. ക്ലിയർ ആയോ? ഈ ടേബിളിലെ എല്ലാ കോളം ഫില്ല് ചെയ്യുമ്പോഴേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി റഹീമിന് ഇപ്പോൾ എക്സ് വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് എത്ര ആയിരുന്നു? എക്സ് -4 അല്ലേ? ഓരോ വർഷവും ഓരോ വയസ്സാണ് കൂടുന്നതും അല്ലേ? ഇപ്പോൾ 2 വർഷത്തിന് ശേഷമോ ഇപ്പം എക്സ് വയസ്സുള്ള ഒരാൾക്ക് 2 വർഷത്തിന് ശേഷം x+2 അല്ലേ ആകുന്നത്? അതേപോലെ രാമുവിന് ഇപ്പോൾ y വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് അത് y -4 ആയിരുന്നു. 2 വർഷത്തിന് ശേഷം എന്താകും? അത് y+2 ആകും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 വർഷം മുമ്പ്, ഇപ്പോൾ 4 വർഷം മുമ്പ് എന്നുള്ള കോളം നോക്കുക. റഹീമിൻ്റെ പ്രായം എത്ര ആയിരുന്നു? x-4 ആയിരുന്നു. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ ഈ 4 വർഷം മുമ്പുള്ള കോളം മാത്രമേ നോക്കാവുള്ളൂ, ബാക്കി 2 കോളം നോക്കുകയേ ചെയ്യരുത്. മനസ്സിലായോ? 4 വർഷത്തിന് മുമ്പ് റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത്, അതായത് x-4 എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 ടൈംസ്, അവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, y-4. ക്ലിയർ ആയല്ലോ? രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിരുന്നു റഹീമിൻ്റെ ഏജ്. എപ്പം? 4 ഇയേഴ്സ് ആകും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കോളം മാത്രം നോക്കി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ x-4 = 3 × y, 3y വരും, -3 × 4 എന്ത് വരും? 12 വരും. ഇവിടെ നോക്കിക്ക്, ഒരക്ഷരം ഇടതുവശത്തും = സൈൻ്റെ ഇടതുവശത്തും ഒരക്ഷരം വലതുവശത്തും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അക്ഷരങ്ങളെല്ലാം വരുന്നത് ഒരു വശത്ത്, നമ്പർ വലതുവശത്തും കൊണ്ടുവരാം. അപ്പോൾ ഓൾറെഡി എക്സ് ഇവിടെയുണ്ട്. ഈ വലതുവശത്ത് കിടക്കുന്ന +3y അപ്പുറത്ത് പോകുമ്പോൾ -3y ആയി. +3y കിട്ടിയത് മനസ്സിലായല്ലോ? 3yയുടെ മുമ്പിൽ ചിഹ്നം ഒന്നുമില്ല, അപ്പോൾ അത് പ്ലസ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ്. = ഇട്ടു. ഇവിടെ നമ്പർ എന്താണ്? -12. കണ്ടല്ലോ, 12ൻ്റെ ചിഹ്നമാണ് മൈനസ്. ഇനി ഈ 4ൻ്റെ ചിഹ്നം -4, അപ്പോൾ -4 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? +4 ആയി. അപ്പോൾ ഒന്നും കൂടെ ഇത് റീറൈറ്റ് ചെയ്യാം. x-3y = -12 + 4 അല്ലേ? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പോൾ എത്ര വരും? -8. കുറയ്ക്കുകയായിരുന്നു, കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇനി ഇതേപോലെ നമുക്ക്, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് നോക്കാം. 2 വർഷം കഴിയുമ്പോൾ, അപ്പോൾ ഈ ആഫ്റ്റർ 2 ഇയേഴ്സ് എന്നുള്ള കോളം മാത്രമേ നോക്കാവുള്ളൂ. അപ്പോൾ എന്ത് വരും? ഇത് 2 മടങ്ങാകും. ഇതെന്ന് പറയുന്നത് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് ആകും. അപ്പോൾ റഹീമിൻ്റെ ഏജ് എന്താണ്? x+2 ആണ്. അതെന്ന് പറയുന്നത് 2 ടൈംസ് രാമുവിൻ്റെ ഏജാണ്, 2 മടങ്ങായിരിക്കും. ഇവിടെയും ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ x+2 = 2 × y, 2y എന്ന് കിട്ടി, പ്ലസ് ഇട്ടു, 2 × 2 4 എന്ന് എഴുതി. ഇവിടെയും അക്ഷരങ്ങൾ 2 വശത്തായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. ഓൾറെഡി എക്സ് ഇവിടെ ഉണ്ട്. ഈ +2y അപ്പുറത്ത് വരുമ്പോൾ -2y ആയി, =4 അതേപോലെ എഴുതി, +2 ഇപ്പുറത്ത് വന്നപ്പം -2. അപ്പോൾ x-2y = 4 ന്ന് 2 പോയപ്പോൾ 2 ആയല്ലോ. 2 സമവാക്യങ്ങളും കിട്ടിയില്ല. ഇനി ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടോട്ട് എഴുതാം. അപ്പോൾ x-2y = 2 എന്നുള്ള ഇക്വേഷനും x-3y = -8 എന്നുള്ള ഇക്വേഷനും കിട്ടി അല്ലേ? ഇവിടെ കുറച്ച് കഴിയുമ്പോൾ എക്സിൻ്റെ ടേം ക്യാൻസൽ ആയി പോകും അല്ലേ? എക്സിൻ്റെ കൂടെ 1 ആണ് കിടക്കുന്നത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കാനൊന്നുമില്ല. x - x ക്യാൻസലായി. ഇനി ഇവിടെ നോക്കും, -2 മൈനസ്, ഈ മൈനസ് കളയരുത്,
മൈനസ്. അപ്പോൾ 2 മൈനസ് അടുത്ത് വന്നപ്പോൾ പ്ലസ് ആയി. കണ്ടല്ലോ, -2 -3. 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആയി മാറും. -2 + 3 ആവും. -2 + 3 എന്ന് പറയുന്നത് ആൻസർ 1 ആണ്. 1y എന്ന് വരും, അല്ലെങ്കിൽ y എന്ന് കിട്ടും. y = 2 - -8. ഞാൻ വിരൽ വെച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 2 -8. വീണ്ടും 2 മൈനസ് അടുത്ത് വന്നപ്പോൾ അത് പ്ലസ് ആയിട്ട് 2 + 8 ആവും. 2 + 8 എന്താണ്? 10. ഇനി y ആരുടെ ഏജ് ആണ്? രാമുവിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ രാമുവിൻ്റെ പെർസെൻറ്റേജ് കിട്ടിയല്ലോ. പെർസെൻറ്റേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷനിലേക്ക് x - 2y = 2-നകത്തോട്ട് 10, വൈയുടെ വില 10 ഇട്ട് കൊടുക്കുമ്പോൾ x കിട്ടുകയല്ലേ. അപ്പോൾ x - 2 × 10 = 2. ഈ ഇക്വേഷൻ. അപ്പോൾ x - 2 × 10 20 ആണ്, = 2 എന്ന് വന്നല്ലോ. അപ്പോൾ x കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 അതേപോലെ എഴുതുക. -20 ഇപ്പുറത്ത് വരുമ്പം +20 ആയി. അപ്പോൾ 20 + 2 22 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ 22 ആരുടെ വയസ്സാണ്? റഹീമിൻ്റെ വയസ്സാണ്. മനസ്സിലായല്ലോ? 22 years old. ഇപ്പോൾ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ഓഫ് റഹീം ഈസ് 22 years ആൻഡ് പെർസെൻറ്റേജ് ഓഫ് രാമു ഈസ് 10 years. റഹീമിൻ്റെ ഇപ്പോഴത്തെ പ്രായം 22 വയസ്സും രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 10 വയസ്സുമാണ്. 3 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്.